അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ചായയാണ്, ഒരു സ്പെഷ്യൽ ചായയാണ്. ബിഗിനേഴ്സിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. മസാല ചായ, ഒരു പെർഫെക്റ്റ് മസാല ചായ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. ഞാനിപ്പോൾ 4 പേർക്കുള്ള ചായയാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം പാനിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് എത്ര ഗ്ലാസ് ആണോ തയ്യാറാക്കിയെടുക്കേണ്ടത് അതിൻ്റെ നേർപകുതി വെള്ളം വേണം പാനിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ 2 കപ്പ് വെള്ളം നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അത് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരണം. ദേ ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, കണ്ടോ? അപ്പം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഇഞ്ചി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 3 ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, 3 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടത് ഒരു ഗ്രാമ്പൂ ആണ്. ഒരെണ്ണം മാത്രമേ ഇവിടെ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിന്റെ ടേസ്റ്റ് മുന്തി നിൽക്കും. അതുകൊണ്ട് ഒരെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു പീസ് കറുവാപ്പട്ടയാണ്. ഒരു പീസ് കറുവാപ്പട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം 30 സെക്കൻഡ് ഒന്ന് തിളച്ച് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞ് വെള്ളം നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്. ആ സമയത്ത് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ടീ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്ന ടീ പൗഡർ അത് ഇട്ട് കൊടുത്താൽ മതിയാവും. നമുക്കിപ്പോൾ എത്രത്തോളം കടുപ്പം വേണമോ അത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് എത്ര കടുപ്പം വേണോ അത്രയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേയിലപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് വീണ്ടും നല്ലതുപോലെ തിളയ്ക്കണം. ഈ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ 2 കപ്പ് വെള്ളം ചേർത്തതിൽ ഒരു 1.5 കപ്പായിട്ട് അത് മാറിക്കിട്ടും. 1/2 കപ്പോളം ഒന്ന് തിളപ്പിച്ച് വറ്റിക്കേണ്ടതുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 30 സെക്കൻഡോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം. 2 കപ്പ് വെള്ളം വെക്കുമ്പോൾ നമുക്ക് 2 കപ്പ് പാല് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ 2 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാല് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. ഇങ്ങനെ ചായ ഒന്ന് പതഞ്ഞു പൊങ്ങുമ്പോൾ മീഡിയം ലെവലിൽ ഫ്ലെയിം വെച്ചിട്ട് ഒന്നുകൂടി ഒരു 2 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് ആ മസാല ടീക്ക് ആ കംപ്ലീറ്റ് ഫ്ലേവറും ഇറങ്ങിയിട്ടുണ്ടാവുക. പാല് ജസ്റ്റ് ഒന്ന് പൊങ്ങി വരുമ്പോൾ ഒന്ന് മാറ്റാൻ നിൽക്കരുത്. ഒന്ന് 2 മിനിറ്റ് എങ്കിലും തിളപ്പിച്ച് എടുത്തതിന് ശേഷം മാത്രമേ തീ ഓഫ് ചെയ്യാവൂ. അപ്പോൾ പാലൊന്ന് 2 മിനിറ്റ് തിളച്ച് വരട്ടെ. ഈ സമയത്ത് തന്നെ നമുക്ക് മധുരം ചേർത്ത് കൊടുക്കാം.
ചേർത്ത് കൊടുക്കുന്നവരാണെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചായ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് മസാല ചായ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് അരിച്ച് ഒരു ഗ്ലാസ്സിൽ സെർവ് ചെയ്യാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള ഒരു മസാല ചായയാണിത്. മസാല ചായ ഉണ്ടാക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനിയും പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.